എന്താ തന്റെ യോഗ്യത? ഞാൻ BSc ബോട്ടണി. അതുകളാ, തനിക്ക് എന്ത് ചെയ്യാൻ അറിയാം? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. അറിവിനെ ഒന്നും വേണ്ട, എന്റെ വാരികയ്ക്ക് വേണ്ടി തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പറ. ഞാൻ എഴുതാം സാർ, പിന്നെ ഫോട്ടോ എടുക്കാം. ഓരോന്നായിട്ട് പറ. എഴുതാൻ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാർ. നീണ്ടകരയിലെ അധ്വാനിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ പറ്റി എഴുതാം. ചവറയിലെ കയർ പിരിക്കുന്ന വീട്ടമ്മമാരുടെ പ്രശ്നങ്ങളെ പറ്റി എഴുതാം. നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഷ്ടപ്പെട്ട പഴയ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റി എഴുതാം. അവരുടെ ജീവിത അനുഭവങ്ങളെ പറ്റി എഴുതാം. ഞാൻ എന്നെ വഴിയാതരാക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുക അല്ലേ? ഈ പറഞ്ഞതൊക്കെ ആർക്ക് വേണോടൂ? വായനക്കാരന് വേണ്ട കൊടുക്കുന്നവരെ എനിക്ക് ആവശ്യം. അത് ചെയ്യാൻ തനിക്ക് സാധിക്കുമോ? എന്താ വേണ്ടെന്ന് സാർ പറഞ്ഞാട്ടെ. കൊലപാതകം വശമുണ്ടോ? ഇതുവരെ ആരെയും കൊല്ലേണ്ടി വന്നിട്ടില്ല. കൊല്ലണമെന്നല്ല ഈ പറഞ്ഞത്. നാട്ടിൽ സംശയാസ്പദമായി ആര് മരിച്ചാലും അത് കൊലപാതകമാക്കി മാറ്റാനുള്ള കഴിവുണ്ടാകണം. പിന്നെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഇഷ്ടപ്പെടാത്ത പലതും കണ്ടെന്ന് വരും. ചിലർ തെറി പറഞ്ഞിരിക്കും, ചിലപ്പോൾ തല്ലിയെന്നിരിക്കും. തടി കേടാകാതെ സൂക്ഷിച്ചോണം. ഞാൻ കോരിത്തരാം സാർ. ഷോപ്പും കൈവനൊന്നും എൻ്റെ അടുത്ത് വേണ്ട. കൂടെ കൂടെ കൊടി പിടിക്കണമെന്ന് തോന്നാറുണ്ടോ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക പിടിച്ചിട്ടുണ്ട്. അതേ പിടിക്കാവൂ. വേറെ പല കൊടികളും ഉണ്ട്, പല നിറത്തിൽ. പലരും തരാനും തയ്യാറാവും. പിന്നെ തന്റെ ശമ്പളവും കിമ്പളവും ഒക്കെ ഞാൻ തീരുമാനിക്കും. എന്റെ ജോലിയുടെ സ്വഭാവം രീതിയൊക്കെ നോക്കിയിട്ട് തന്നെ വേണോ വേണ്ടായോ എന്ന് ഞാൻ തീരുമാനിക്കും. ഇനി പണിയെടുപ്പിക്കുന്ന കാര്യത്തിൽ അവസാനത്തെ തുള്ളി വരെ ഞാൻ പിടിഞ്ഞെടുക്കും. പ്രയാസം തോന്നരുത്. എന്റെ കഴിവിന്റെ അങ്ങേയറ്റം സാറിന്റെ സംതൃപ്തിക്ക് വേണ്ടി അഹോരാത്രം ആത്മാർത്ഥമായി പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ് സാർ. കൂടുതൽ സംസാരമൊന്നും വേണ്ട, ഓഫീസിലോട്ടിയല്ലേ. അവിടെ വന്നേ, ഒന്ന് പിടിച്ചേ. ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ്. ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ്. ഇങ്ങോട്ട് വാ, ഒരു ലക്ഷ്യബോധം വേണ്ടേ? അങ്ങോട്ട് പോ. ഹലോ, മിന്നൽ വാരിയ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. 50 വാരിയെ കുറഞ്ഞ് ഞങ്ങൾ ഏജൻസി തരത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏജൻസി കട്ട് ചെയ്യും. നിങ്ങൾ വാരിയ മാത്രം വിറ്റാ പോരാ, ആ ഏരിയയിലേക്ക് എണ്ണ പോകുന്നില്ലല്ലോ. എണ്ണ പോയാലേ വാരി ഇറങ്ങും. MA പാസ്സായവനാ ഞാനും കുറെ എണ്ണ ചുമന്നതാ. എഴുതാൻ വന്ന എന്നെ കൊണ്ട് നിങ്ങൾ കൊപ്രക്കളത്തിലെ കണക്ക് വെച്ചിട്ടില്ലേ? ഒരു 200 രൂപ അത്യാവശ്യത്തിന്റെ പേരിൽ അഡ്വാൻസ് ചോദിക്കുന്നത് നിങ്ങൾക്ക് തരാൻ പാടില്ലേ? ചുമ്മാ വല്ല മാനേരെന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കേണ്ടി വന്നത്. എല്ലാം ശരിയാ, പക്ഷേ ഇതൊന്നും തീരുമാനിക്കുന്നത് ഞാനല്ല, അദ്യം. സകരയ്ക്ക് അറിയാമല്ലോ, എണ്ണയുടെ വില ഷൂന്ന താഴോട്ട് പോയത്. ഓ, രാവിലെ എന്നെ മാനേരിൽ മുതലാളിയുടെ പ്രേതം കയറിയല്ലോ. ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ്. ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സഹകരിക്കാം, അല്ലെങ്കിൽ പിരിഞ്ഞു പോവാം. ഇന്നത്തെ ചുറ്റുപാടിൽ എനിക്കിതേ ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് അദ്ദേഹം പറയുന്നതാണ് മുഖ്യം. ആരോ വരുന്നുണ്ട്, ഉണ്ടാണ്ടിരി. കൊപ്രാക്കളത്തുനിന്ന് വരിക. നിങ്ങൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം, നമുക്ക് സംസാരിക്കാം. കൃഷ്ണൻകുട്ടി മുതലാളി വിളിച്ചിരുന്നു. മുതലാളി എല്ലാം പറഞ്ഞിരിക്കുമല്ലോ. എങ്കിലും മാനേരെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെയും സ്ഥാപനമാണ്. ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെയും ഉയർച്ചയാണ്. പണം ഇടപാടൊക്കെ മാഡമാണ്. വന്നാട്ടെ. സക്രിയ, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി പുതിയതായി ജോയിൻ ചെയ്യാൻ വന്ന ആളാ. പേര് കൃഷ്ണൻ. വാരികയിൽ എന്തെങ്കിലും എഴുതുന്നതിന് മുമ്പ് എണ്ണയുടെ കമ്പോള നിലവാരം കൂടെ പഠിച്ചിരിക്കുന്നത് നല്ലതാ. സക്രിയ ഇങ്ങനെ പലതും പറയും, വലിയ തമാശക്കാരനാ. ചെന്നാട്ടെ. എല്ലാവർക്കും വാരിക്കോരി കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞാൽ അദ്ദേഹം എല്ലാം കേൾക്കുമെന്ന് പറയുന്നത് ശരിയായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ഇക്കാര്യം അദ്ദേഹത്തോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
കൃഷ്ണൻകുട്ടി. 1000 രൂപയാണ് നിങ്ങളുടെ ശമ്പളം ഫിക്സ് ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷം. ഇതിൽ 600 രൂപ ഓയിൽ മില്ലിന് നിങ്ങൾ നൽകുന്ന സംഭാവനയായിരിക്കും. ബാക്കി 400 രൂപയിൽ 200 രൂപ അഡ്വാൻസായി വാങ്ങിച്ചോളൂ. താമസത്തിനും മറ്റത്യാവശ്യ ചെലവുകൾക്കും. നിൽക്കൂ, ഒരു നിമിഷം. ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ്. ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ്. സാറേ, ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും ഈ നാരായണനെ കാണും. നാരായണനാണ് ആദ്യം അവർക്ക് താമസിക്കാനുള്ള ഇടം ശരിയാക്കി കൊടുക്കുന്നത്. പിന്നെ അവര് വലിയ ആൾക്കാരാകുമ്പോ നാരായണനെ മറക്കും. സാറിന് താമസിക്കാനുള്ള ഇടവും എന്റെ കൈവശമുണ്ട്. എന്റെ കമ്മീഷൻ തരുന്ന കാര്യം മാത്രം മറക്കരുത്. ഒരിക്കലും ഇല്ല. എന്നാ പിന്നെ ഇന്ന് വൈകിട്ട് തന്നെ അങ്ങോട്ട് മാറാം. പിന്നൊരു കാര്യം, ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ്. ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ്. കേട്ടതും കേട്ടതും കണ്ടതും കണ്ടതും 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 കേട്ടതും കേട്ടതും. പോ. നിങ്ങൾ എന്താ കാണിച്ചേ? നിങ്ങൾ വരുന്നവരെ ഞാനെങ്ങനെ അറിയാനാ? എന്താ ഞാൻ വരുന്ന വഴി മുദ്രാവാക്യം മുഴക്കണോ? വേണ്ട, ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയാ മതി. നാരായണന്റെ ഒറ്റ വാക്ക് വിശ്വസിച്ചിട്ടാ. വാടകയൊക്കെ നാരായണൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. 1-ാം തീയതി ഉണ്ടെങ്കിൽ എനിക്ക് വാടക കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ 2-ാം തീയതി രാവിലെ പെട്ടിയും പ്രമാണവും പുറത്തിരിക്കും. ജാതിയിൽ എന്തുവാ? എന്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാ. ഭക്ഷണം ഇവിടെ വെച്ച് കഴിക്കാനാണോ ഉദ്ദേശം? അതെ. എന്ത് പാചകം ചെയ്യാനാ ഉദ്ദേശം? എന്ത് പാചകം ചെയ്യണമെന്ന് ഇവിടുന്ന് പറഞ്ഞാൽ മതി. ഇറച്ചി, മുട്ട, മീന് ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. ഞാൻ അമ്മയ്ക്കൊരു പ്രശ്നമാവില്ല. അമ്മയോ? ഏത് പറയല്? അമ്മ അമ്മുമ്മ എന്നുള്ള വിളിയൊന്നും വേണ്ട. അതൊക്കെ പണമിടപാടി ബുദ്ധിമുട്ടുണ്ടാക്കും. എന്റെ ഭർത്താവിന്റെ പേര് പത്മനാഭൻ. നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ മിസ്സസ് പത്മനാഭൻ എന്ന് വിളിക്കാം. മുറിയൊന്ന് കണ്ടാ കൊള്ളായിരുന്നു. മുറി കാണിച്ചാൽ ഞാൻ ആരും വേലക്കാരിയോ? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. നില്ല്. ആ പെണ്ണിങ്ങോട്ട് വരട്ടെ. മുത്തലക്ഷ്മി, ഇതുവരെ കഴിഞ്ഞില്ലേ? കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. പോയേ. ഇവിടെ മുഴുവൻ വൃത്തികേടാക്കി. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര വൃത്തിയാ. ഈ മുറി ഒന്ന് തുറന്ന് കാണിക്കാൻ പറഞ്ഞു. മുറി കൊള്ളാം, എനിക്കിഷ്ടായി. ചോദിച്ചില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പറയണ്ടെന്നേ. ഇതിലും സൗകര്യമുള്ള മുറി കിട്ടും. ഹോട്ടൽ ഗീത്തിൽ ദിവസം 200 രൂപ വാടക. കോവളത്ത് ദിവസം 500 രൂപ വാടക. എന്താ പോകുന്നു?
2 മാസത്തെ വാടക 100 രൂപ അഡ്വാൻസ് ആയി തരണം. രാത്രി 10 മണി വരെ ലൈറ്റ് ഇടാവും. അത് കഴിഞ്ഞ് ഓഫ് ചെയ്തേക്കണം. നാട്ടിൽ പവർ കട്ടാ, അറിയാമല്ലോ. നിങ്ങൾ ഓഫ് ചെയ്തില്ലെങ്കിൽ മെയിൻ സ്വിച്ച് അകത്താ, ഞങ്ങൾ ഓഫ് ചെയ്യും. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുട്ടത്ത് തട്ടി വീണെന്ന് പറഞ്ഞ പരാതി ഒന്നും പറഞ്ഞേക്കരുത്. മതി, ഒരു തവണ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ പൊട്ടനൊന്നുമല്ല. ആഹാ, വന്ന് കേറുന്നതിന് മുമ്പ്. വന്നു കയറുന്നതിന് മുമ്പൊന്നും അല്ലല്ലോ. 2 മാസം അവിടെ അഡ്വാൻസ് തന്നിട്ടില്ലേ? ഒന്ന് അറിയിക്കേ. ഒരു നിമിഷം. എന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഈ കരച്ചിലും പിഴിച്ചിലും ഒന്നും എന്റെ അടുത്ത് വേണ്ട. നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ച് പോയതിന് ഞാനെന്ത് വേണം? എനിക്ക് വാടക കുടിശ്ശ ഇടാൻ പറ്റത്തില്ല. ഈ നക്കാപ്പിച്ച കാശിന് ഇത്രയും സൗകര്യത്തിന് വേറെ വീട് എവിടെ കിട്ടും? മതി മതി നിന്ന് മോങ്ങിയത്. നാളെ കാലത്ത് എനിക്ക് വാടക കിട്ടണം. പോ. ചേടാ, എന്തൊരു മനുഷ്യരപ്പാ. വാടക ചോദിക്കുമ്പോ 100 കാരണങ്ങളാ. മദ്രാസിൽ മഴ പെയ്തു, ബോംബെയിൽ ഇടിവെട്ടി, കണ്ണൂര് ബോംബ് വെച്ചു. വലിയ പാട് തന്നെ. രാമ 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 പാഹിമാം, രാമ 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 പാഹിമാം, രാമ 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 രാമ. അമ്മേ, കഞ്ഞി വിളമ്പ അമ്മേ. ഇത് നാമം ചെല്ലണം. രാമ 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 പാഹിമാം, രാമ 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 പാഹിമാം, രാമ 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 പാഹിമാം. ആഹാ, നല്ല ആളാ. കൊറേ നാളായല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു? ജീവിക്കണ്ടേ അമ്മാവാ. പിന്നെ ഇത്തവണ അമ്മാവന്റെ ആസ്മയ്ക്കുള്ള മരുന്ന് അവസാനം കിട്ടി. വലിയ ഉപകാരം. ഇന്നലെ മുഴുവൻ വരുവായിരുന്നു. അതിരിക്കട്ടെ. എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നിരുന്നോ? ബോംബെക്കാരൻ ഇവിടെ വന്നപ്പോ അന്വേഷിച്ചായിരുന്നു. പിന്നെ നിങ്ങളെ കാണാൻ ആ ജീപ്പി വരുന്നില്ലേ, അവരും 2 പ്രാവശ്യം വന്നു. അത്രേ ഉള്ളൂ. പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു. പാവാട പ്രായത്തിൽ അലങ്കാഭസ്മകുറിയിട്ട തമ്പുരാട്ടി നോയമ്പെന്ന് മുടക്കാം. നീ ഇവിടെ ബാക്കിയുള്ള പാടിയാ മതി. ഞാൻ കുളിച്ച് ഓഫീസിൽ പോയി അവന്റെ തങ്കാഭസ്മക്കുറി ഉടയ്ക്കുമായിരുന്നു. മുത്തലക്ഷ്മി, ആ 3-ാം നമ്പർ വന്നോന്ന് നോക്ക. അയാളോട് പറഞ്ഞേരേ ആള് സ്ഥലത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് പ്രശ്നമല്ല. 1-ാം തീയതി ആയാൽ എനിക്ക് വാടക കിട്ടണം. അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. ഈ പിത്തലാട്ടം ഒന്നും എന്റെ അടുത്ത് വേണ്ട. ഇല്ലെങ്കിൽ കാലിയാക്കാൻ പറ. 100 ആൾക്കാർ വന്ന് കാവൽ നിൽക്കുക. നാം ജീവിക്കുന്ന വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. ഇന്ത്യയിലെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞത് നാം ഓർക്കണം. ഇന്ത്യയിൽ ഭൂരിഭാഗം ജനങ്ങളും എന്തിനാ മുത്തുലക്ഷ്മി ഇങ്ങനെ അലറി വിളിക്കുന്നത്? എനിക്ക് ചെവി കേട്ടൂടെ? പിന്നെ നല്ല പിച്ചിപ്പൂവിന്റെ മണമുള്ള സെന്റുണ്ട്, പാരീസിലുണ്ടാക്കിയതാ. വേണോ? കൃഷ്ണൻകുട്ടി ഒരു മര്യാദയില്ലാത്ത മനുഷ്യൻ. ഗിരിയോടൊരു ബഹുമാനമില്ല. അയ്യോ, സാർ ഇവിടെ? എപ്രാളം ഒന്നും വേണ്ട. അതല്ല സാർ, ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. എന്റെ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരന് എവിടെ എങ്ങനെ ജീവിക്കാൻ ഞാൻ അറിയണ്ടേ? ഇവിടെ ഉള്ള സൗകര്യത്തിലൊക്കെ ഇരിക്കാം. ഞാനിപ്പോ വരാം സാർ.
ഒരു ചായ ഉണ്ടായി തരാം. ഇത് ചായക്കടയൊന്നും അല്ലല്ലോ. അതുകൊണ്ടല്ല. 2 മാസത്തെ അഡ്വാൻസ് തന്ന ആളല്ലേ, പിന്നെ ചായക്കെന്താ എത്ര ബുദ്ധിമുട്ട്? ഒച്ചുണ്ടാക്കണ്ട. എനിക്ക് ജോലി തന്ന ആളാ, ആദ്യമായിട്ട് വരിക. അടുത്തെങ്കിലും ഒരു കടയില്ലാത്തോണ്ടാ. അമ്മ അറിയരുത്. നെടുമങ്ങാടിനടുത്ത് ഇത്തിരി കുഴഞ്ഞ കണ്ടീഷൻ ഒരു കിളവൻ ചത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ അടുത്ത ഇഷ്യൂലേക്ക് കൊലപാതകങ്ങളൊന്നും റെഡിയായിട്ടില്ല. തന്നെ ആ ജോലി ഏൽപ്പിക്കാന്ന് കരുതി ഞാൻ വന്നത്. ശരി സാർ. ക്യാമറ ഞാൻ കാറി കൊണ്ടുവന്നിട്ടുണ്ട്. താൻ പോയിട്ട് വൈകുന്നതിന് മുമ്പ് എത്തിയാലേ എനിക്ക് പ്രയോജനപ്പെടൂ. അതുകൊണ്ട് ആ ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പോകേണ്ട സ്ഥലത്തിന്റെ എല്ലാ വിവരങ്ങളും ഇതാ ഇതിൽ എഴുതിയിട്ടുണ്ട്. വേണ്ട പടങ്ങളെല്ലാം എടുത്തോണം. വ്യക്തമായ ഭാഗങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഭാഗം എടുത്തോണം. അവിടെയാണ് ചോരപ്പാടുകൾ കണ്ടതെന്നും പറ്റി നമുക്ക് വെച്ച് കാച്ചാം. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ സ്ഥാപനം നിങ്ങളുടേതാണ്. അതിന്റെ അന്തസ്സ് കളഞ്ഞു വിളിക്കരുത്. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും കാറിലെ യാത്ര ചെയ്യാവും. സാറിത് 15 രൂപയേ ഉള്ളൂ. ഇവിടുന്ന് നെടുമങ്ങാട്ടേക്ക് കാറിൽ. നെടുമങ്ങാട് വരെ താൻ കാറിലിരുന്ന് ബുദ്ധിമുട്ടണ്ട. നാട്ടുകാരുടെ കാഴ്ചപ്പാടിൽ മിന്നലിന്റെ ലേഖൻ കാറിൽ വന്നായിട്ട് തോന്നിയാ മതി. അതിന് ഇവിടുന്ന് ഇഷ്ടം പോലെ ബസ്സുണ്ട് നെടുമങ്ങാട്ടേക്ക്. ഏതെങ്കിലും ഉണ്ണി കയറുക. ബസ്സിൽ സഞ്ചരിച്ചാലുള്ള ഒരു നേട്ടം, ഒരു പത്രക്കാരൻ എന്ന നിലയിൽ പുതിയ ആൾക്കാര്, പുതിയ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാവും. കാണാൻ ഇത്രയും പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ വേറെ എങ്ങും ഉണ്ടാവില്ല. ചുരുക്കത്തിൽ സുഖകരമായ ഒരു യാത്ര എന്ന് വെച്ചോളൂ. ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് സംഭവ സ്ഥലം. നിങ്ങൾ ജംഗ്ഷനിൽ ഇറങ്ങുക. അടുത്തുള്ള ടാക്സി സ്റ്റാൻഡിൽ നിന്ന് സംഭവ സ്ഥലത്തേക്ക് ഒരു ടൂറിസ്റ്റ് കാർ പിടിക്കുക. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വന്നത് കാറിൽ തന്നെയാണെന്നുള്ള കാര്യം ആൾക്കാർക്ക് ബോധ്യമാകുന്ന വിധത്തിൽ കാർ പാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാര്യങ്ങൾ മംഗളമായി നടത്തുക. വീണ്ടും മടക്കയാത്ര ജംഗ്ഷനിൽ നിന്ന് ബസ്സിൽ തന്നെ. എന്റെ പോരെ? ഇപ്പൊ വരികയാണെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ വിടാം. ഞാൻ കാറിൽ നിന്ന് ക്യാമറ എടുത്തോളാം സാർ. ആദ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാനൊന്ന് അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ട് ആ വഴിക്ക് അങ്ങ് പൊയ്ക്കോളാം. സാർ ചായ വേണ്ട, മുറുക്കിയിരിക്കുക. ഏതായി പെങ്കൊച്ച്? ഇത് മുത്തുലക്ഷ്മി, അവരുടെ വകയായി വീട്. സമയം കിട്ടുമ്പോൾ ഒരു പടം എടുത്തു വെച്ചോ. നമുക്ക് ഏതെങ്കിലും ഒരു ലക്കത്തിന് കവർ അടിക്കാം. പുരുഷന്മാരെ ഇങ്ങനെയുള്ള ചുറ്റുപാടിൽ ഒന്ന് ബഹുമാനിക്കാം.